റോമാലേഖനം 8-ാം അധ്യായം 15-ാം തിരുലിഖിതം. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ, യേശുവിനെ കാണുമ്പോൾ യേശുവേ എന്ന അടുത്തേക്ക് ചെല്ലാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ആത്മാവ്, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ആത്മാവ്, നമുക്ക് ജീവൻ നൽകുന്ന ആത്മാവ് ഏതാത്മാവാണ്? ഉറക്കെ പറ. പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത എന്താ? പരിശുദ്ധാത്മാവ് ഭയത്തിൻ്റെ ആത്മാവല്ല, വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നാം കൈക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ്, നമ്മുടെ ഉള്ളിൽ ദൈവം നമുക്ക് തന്നു. നമുക്ക് വലിയ സ്നേഹത്തോടെ പിതാവിൻ്റെ അടുത്ത് അപ്പാ എന്ന് വിളിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ എന്താണെന്നറിയാവോ? ഈ പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഭയമാണ്. പ്രവൃത്തികളിൽ അധിഷ്ഠിതമായ ഒരു ആധ്യാത്മികതയായിരിക്കും പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ സംഭവിക്കുക. പ്രവൃത്തികളിൽ അധിഷ്ഠിതമായ ആധ്യാത്മികത. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലോ? പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ദൈവകൃപയിൽ അധിഷ്ഠിതമായ ഒരു ആധ്യാത്മികത ഉണ്ടാവും. എന്താ പ്രവൃത്തികളിൽ അധിഷ്ഠിതമായ ആത്മാവും ദൈവകൃപയിൽ അധിഷ്ഠിതമായ ആത്മാവും തമ്മിലുള്ള ആധ്യാത്മികതയും തമ്മിലുള്ള വ്യത്യാസം? പ്രവൃത്തികളിൽ അധിഷ്ഠിതമായ ആധ്യാത്മികത ആണ് നമ്മൾ രൂപീകരിച്ചെടുക്കുന്നതെങ്കിൽ ദൈവത്തിന് നമ്മളോടുള്ള ഇഷ്ടം നമ്മുടെ പ്രവൃത്തികൾ മൂലമുള്ള ഇഷ്ടം മാത്രമായിരിക്കും. എന്ന് നമ്മുടെ സൽസ്വഭാവം പോകുന്നോ അന്ന് നമുക്ക് ദൈവത്തോട് പേടി തോന്നും. ചെറിയൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഒരു ദിവസം ഒരു ചേടത്തി തലേ ദിവസം ഇങ്ങനെ ഇച്ചിരിയൊക്കെ താമസിച്ച് കാണും. അടുക്കളയിൽ കലവും കഴുകി പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് അടിച്ചുവാരി വൃത്തിയാക്കി എല്ലാം കടന്നുറങ്ങി. നേരം വെളുക്കാൻ എഴുന്നേറ്റപ്പോൾ നേരം വെളുത്തപ്പോൾ താമസിച്ച് എഴുന്നേറ്റത്. ഉടനെ പോയി എന്ത് ചെയ്തു? പശുവിനെ കറന്നില്ലല്ലോ എന്നോർത്ത് വേഗം പോയി പശുവിനെ കറന്നു. ഓടി വന്ന് പിള്ളേർക്ക് ഭക്ഷണം വെച്ചു കൊടുത്ത് എന്ത് ചെയ്തു? അപ്പോൾ ആ ചേടത്തി എല്ലാ ദിവസവും രാവിലെ ചൊല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥന ചില സമയം കിട്ടിയില്ല. അങ്ങനെ പിള്ളേരെ സ്കൂളിൽ വിട്ടതിന് ശേഷം ചേർത്ത് പുല്ലി എത്താൻ വേണ്ടി ഇറങ്ങിയപ്പം ഒരു വെള്ളയ്ക്ക തലക്കിട്ട് വീണു. വെള്ളയ്ക്കാന്ന് പറഞ്ഞാൽ എന്താ? തെങ്ങിൻ്റെ മച്ചിങ്ങ എന്ന് പറഞ്ഞാൽ എന്താ? തെങ്ങിൻ്റെ ചുവട്ടിൽ കൂടെ പോകുമ്പോൾ തെങ്ങ് തലയിൽ വീണ സാധനം ഫ്രീസലോ അത് പറഞ്ഞാൽ തലക്കിട്ട് വീണു. അയ്യോ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് മച്ചിങ്ങ വീണതാണ്. ഉടനെ ഈ ആധ്യാത്മികത ഉണർന്നു. നീ ഇന്ന് പ്രാർത്ഥിക്കാത്തതുകൊണ്ട് കർത്താവ് മച്ചിങ്ങ തലയിൽ കിട്ടുകയെന്ന് പറഞ്ഞു. നീ ഇന്ന് പ്രാർത്ഥിക്കാത്തതുകൊണ്ട് ദൈവം നിനക്ക് ശിക്ഷ തന്നതാന്ന് പറഞ്ഞു. ചേർത്തിക്ക് വിഷമായി. അയ്യോ എൻ്റെ കർത്താവേ, ഞാൻ ഇന്ന് കൊന്ത ചൊല്ലിയിട്ടില്ലേ, ഇനി തേങ്ങ എൻ്റെ തലയിലേക്ക് ഇടരുതേ, ഞാൻ കൊന്ത ചൊല്ലിക്കോളാമേ. അതെന്താ ആധ്യാത്മികതയാണ്? അത് പ്രവൃത്തികളിൽ അധിഷ്ഠിതമായ ഒരു ആധ്യാത്മികതയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികത എന്ത് പറയും? ആ മച്ചിങ്ങ വീണത് അത് ഉണങ്ങി നിന്നായിരുന്നു, ഞാൻ ആ സൂട്ടിക്കൂടെ വന്നപ്പോൾ എൻ്റെ തലയിലേക്ക് വീണു, ദൈവത്തിന് സ്തുതി, വേറെ ആരും തലയിൽ വീണില്ലല്ലോ, അങ്ങനെ തോന്നുള്ളൂ. ദൈവം ശിക്ഷിച്ചതായിട്ട് തോന്നില്ല. അത് എൻ്റെ തലയിൽ വീണ് നന്നായി, എൻ്റെ കുട്ടികളുടെ തലയിലങ്ങ് വീണെങ്കിൽ ഭയങ്കര മോശമായേനെ അല്ലേ? അതിനൊരു ധൈര്യവും അതിനൊരു അടിസ്ഥാനമുണ്ട്, അടിത്തറയുണ്ട്. എൻ്റെ തലയിൽ വീണ് നന്നായി, കുട്ടികളുടെ തലയിൽ വീണില്ലല്ലോ. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. വിശുദ്ധ കൊച്ചുത്രസ്യ പുണ്യവതിയുടെ ജീവിതത്തിന് സംഭവം. ഒരു ദിവസം പള്ളിയിൽ വിശുദ്ധ കൊച്ചുത്രസ്യ പുണ്യവതി ഇരുന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തലേദിവസം വല്ല മരുന്നൊക്കെ കഴിച്ച് ഡോസുള്ള മരുന്ന് കഴിച്ചാൽ പിറ്റേ ദിവസം ഉറക്കം വരിക എന്നുള്ള പിറ്റേ ദിവസം അല്ലാതെ കഴിഞ്ഞ അരമണിക്കൂർ കഴിയുമ്പോൾ ഉറക്കം തുടങ്ങും. അപ്പോൾ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ രാത്രിക്ക് രോഗം വന്ന് ഉറക്കം കിട്ടിയിട്ടുണ്ടാവില്ല. എന്തായാലും പള്ളിയിൽ വന്നപ്പം ഉറങ്ങിപ്പോയി. അപ്പോൾ മദർ വന്നിട്ട് പറഞ്ഞു, ഇത് അനുവദനീയമല്ല, എന്താ കർത്താവിന് വിഷമം തോന്നുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഉടനെ ഈ കൊച്ചുത്രസ്യ പുണ്യവതിയുടെ ഉള്ളിലുള്ള ദൈവസ്നേഹം ഉണർന്നു. കൊച്ചുത്രസ്യ പുണ്യവതി ദൈവസ്നേഹം ഉണർന്നു പറഞ്ഞു, ഇല്ല മാത്രമേ അങ്ങനെ പറയരുത്, എൻ്റെ ദൈവം എൻ്റെ പിതാവാണ്,
എൻ്റെ അപ്പൻ്റെ അടുത്ത് ഞാൻ ഉറങ്ങിയാൽ എൻ്റെ അപ്പൻ ഒരിക്കലും വിഷമം വരില്ല, എൻ്റെ അപ്പൻ എന്നെ കുറച്ചും കൂടെ ഉറങ്ങാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ മോൾക്ക് ഒത്തിരി ക്ഷീണമുണ്ട്, കുറച്ചും കൂടെ എനിക്ക് എൻ്റെ അപ്പൻ എന്നോട് കരുണ തോന്നുള്ളൂ എന്ന് പറഞ്ഞു. പാവം ക്ഷീണിച്ച് അവശയായി കിടക്കുകയാണ്, എന്നെ ശല്യം ചെയ്യണ്ട, ഇച്ചിരി കൂടെ ഉറങ്ങിക്കോട്ടെ എന്നല്ലേ നമ്മളൊരു അപ്പം പറയുള്ളൂ അല്ലേ? എൻ്റെ ദൈവം എൻ്റെ അപ്പനാണ്, അതുകൊണ്ട് എൻ്റെ അപ്പന് ഞാൻ ഉറങ്ങണത് എന്നെ ശിക്ഷിക്കേണ്ട ഒരു കാര്യമായിട്ട് എൻ്റെ അപ്പൻ കണക്കാക്കിയല്ല, എൻ്റെ അപ്പൻ എന്നോട് കരുണ തോന്നുകയുള്ളൂ. അത് പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയാണ്. എന്താ, ഒരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ ഒരു വീഴ്ച സംഭവിച്ചു, ഒരു ദിവസം പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, ഉടനെ ദൈവം ശിക്ഷിക്കും എന്നുള്ളതല്ല. എൻ്റെ ദൈവം എന്നെ സഹായിക്കും, എനിക്ക് ദൈവം എൻ്റെ കൂടുതൽ സഹായം തരും, എൻ്റെ ദൈവം എന്നോട് കരുണ കാണിക്കും. അങ്ങനത്തെ കൂടുതൽ അടുപ്പം ദൈവത്തോട് തോന്നും. ഭയം തോന്നില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയുമുണ്ട്, പ്രവൃത്തികളിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയുമുണ്ട്. പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പാപം സംഭവിച്ചാൽ ഒരിക്കലും തന്നെ കുറ്റപ്പെടുത്തില്ല. നീ എന്ന് നേരെ ഇത്രയായില്ലേ, എത്ര ധ്യാനം കൂടി, 52,000 ധ്യാനം കൂടിയിട്ടുണ്ട്. ധ്യാനകേന്ദ്രങ്ങൾ ഈ കേരളത്തിലെ മുഴുവൻ ധ്യാനകേന്ദ്രങ്ങൾ നീ പോയി, ഇനി നേരെ ആയില്ലല്ലോ, എന്ന് നേരെയാവും എന്ന് നമ്മൾക്കൊരു പാപം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലിരുന്ന് കുറ്റപ്പെടുത്തും. അത് പ്രവൃത്തികളിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയാണെങ്കിൽ നമുക്കൊരു പാപം സംഭവിച്ചു, നമുക്കൊരു വീഴ്ച സംഭവിച്ചു, നമ്മൾ ശരിക്കും നമ്മൾ തെറ്റ് ചെയ്തു എന്നാൽ പോലും നമുക്ക് കുറ്റബോധം തോന്നില്ല. അപ്പോഴും പറയും, എനിക്ക് ദൈവമുണ്ട്, ദൈവം എന്നെ രക്ഷിക്കും, എൻ്റെ ദൈവത്തിന് എന്നെ രക്ഷിക്കാൻ കഴിവുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കാര്യം നോക്കിക്കൊള്ളും, എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും. ഞാൻ പാപം ചെയ്താലും എൻ്റെ വില കുറഞ്ഞിട്ടില്ല, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധി എനിക്കിപ്പോഴും ചെല്ലാം, കാരണം എൻ്റെ ദൈവം എന്നെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്.